ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ലോകം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഷീൻ ഹോളാണ്. ഞാനിങ്ങനെ ഷീനിൽ നിന്ന് റെഗുലറായിട്ട് സാധനങ്ങൾ മേടിക്കുന്ന ഒരാളല്ല, പക്ഷേ ഇങ്ങനെ ബോർ അടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഷീനിൽ കയറി ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. നോക്കിയിട്ട് ഇങ്ങനെ ഫേവറേറ്റ്സിൽ ആഡ് ചെയ്തിടും. പിന്നെ ലേറ്റർ എപ്പോഴെങ്കിലും എന്തെങ്കിലും സാധനം അത്യാവശ്യം മേടിക്കേണ്ടി വരുമ്പോൾ മാത്രം അതിൽ നിന്ന് വീണ്ടും ചൂസ് ചെയ്ത് മേടിക്കുന്ന ഒരു പ്രത്യേകതരം ഷോപ്പിംഗ് ആളാണ് ഞാൻ. അപ്പം ഷീൻ സൈറ്റ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ആപ്പ് റെഗുലർലി യൂസ് ചെയ്യാറില്ലെങ്കിലും ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. ഐറ്റം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ജ്വല്ലറിയാണ്. ഞാൻ തുറന്ന് കാണിക്കാം. ഇതാ ഈ മാലയും അതിൻ്റെ കമ്മലും നല്ല ഐറ്റമാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലൈക്ക് അതിൻ്റെ അകത്ത് കണ്ട പോലെ തന്നെ ഞാൻ വെച്ചാൽ കളറൊക്കെ വേറെ വല്ലതും വരുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കുഴപ്പമില്ല. ഇത് ഡാർക്ക് റെഡ് മെറൂൺ പോലത്തെ ഒരു കളറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലായിട്ട് തോന്നി. പ്രോബബ്ലി ഇമ്പോർട്ടഡ് ഫ്രം ഇന്ത്യ തന്നെ ആയിരിക്കും. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. മറ്റേ ഇന്ത്യ മറ്റേ ബാങ്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ പോലത്തെ ഒരു വെറൈറ്റി ആണ്. സോ നെക്സ്റ്റ് ഒരു ഐറ്റം വീണ്ടും ഓർഗനൈസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് എസ്പെഷ്യലി വെൻ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഐറ്റമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർജറുകളും സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടി അഡാപ്റ്ററും വയറും അങ്ങനത്തെ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് റിലേറ്റഡ് സാധനങ്ങൾ ഒരു പെട്ടിയിൽ. ഇത് വെരി സ്മോൾ ആണ്, നമ്മുടെ കയ്യുടെ എത്ര ഉള്ളൂ. ഞാൻ ഇതിലും കുറച്ച് വരുന്നതായിരിക്കും പ്രതീക്ഷിച്ചു, പക്ഷേ ഇത് കുഴപ്പമില്ല. ഹാൻഡ് ബാഗിലൊക്കെ ഇട്ട് നോക്കാം. ആൻഡ് നമ്മൾ ഇപ്പം എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ തപ്പുണ്ടല്ലോ, എവിടെയാണ് ഇനി ചാർജർ, എവിടെയാണ് വേണ്ടത്, അങ്ങനെ തപ്പുണ്ടല്ലോ. അപ്പോൾ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ ഇടാൻ വേണ്ടി ഒരു ക്യൂട്ട് ആൻഡ് ചെറിയൊരു സാധനം ഇത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാം. ബാക്കി ഇതായി ഇതിൻ്റെ അകത്ത് വിടാം. ഇതിൻ്റെ തന്നെ വലിയൊരു ഇങ്ങനെ ലഭിച്ചായിരുന്നു. ഏതാണ് നോക്കട്ടെ. ഇതും ട്രാവൽ ഡിജിറ്റൽ ബാഗ് എന്നാണ് പറയണേ. പക്ഷെ ഇത് ഞാൻ ട്രാവലിങ്ങിന് വേണ്ടി ഉദ്ദേശിച്ചതല്ല. ഈ പിക്ചറിൽ കാണുന്ന യൂസ് ഒക്കെ തന്നെ കണ്ട് കാണുന്ന ഞാൻ വിചാരിക്കുന്നു. ഒരു ഇതുകൊണ്ട് സ്റ്റിക്കർ തുറന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ ഡിവൈഡിങ് സാധനം നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു സൈഡ് വലുത് വേണമെങ്കിൽ വലുത്, ഒരു സൈഡ് ചെറുത് വേണമെങ്കിൽ ചെറുത്. ഇത് സ്റ്റക്കായിട്ട് ഇരുന്നോളൂ. എന്തെങ്കിലും വേറെ ഒരു ഇതുകൊണ്ട്. അപ്പോൾ ഇതും അങ്ങനെ രണ്ട് സൈഡിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്യണ്ടെങ്കിൽ ഞാൻ ഇപ്പം ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പെട്ടെന്ന് ചെയ്യുക. ഞാനിങ്ങനെ ഉണ്ടാക്കി കുറച്ചുകൂടി ഇങ്ങനെ വയ്ക്കും. അത് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ വലിയ വയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനത്തിൻ്റെ ആവശ്യമില്ല. എങ്ങനെ നമുക്ക് വേണ്ട അതനുസരിച്ച് ഒന്ന് മാറ്റും. ഇതെല്ലാം സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പാണ്. അതായത് നമ്മുടെ ഈ ഇത് സ്റ്റിക്കാവും. പിന്നെ ഇത് ഇവിടെ എല്ലാം ചെറിയ ചെറിയ ഇതുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ ഒക്കെ ഇതാണെങ്കിൽ ഇവിടെ ഇടാം. വയേഴ്സ് ഇവിടെ ചെയ്ത് വെക്കാം. ജസ്റ്റ് ലൈക്ക് ഇതിനകത്ത് കാണിച്ചേക്കാം പോലെ. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ചെറുത് ഇതെങ്ങനെയാണ് ഞങ്ങളുടെ ഡ്രോയർ ഇപ്പോൾ കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. സോ ക്ലോസ് ആൻഡ് നൈസ്ലി സെക്യൂർ ചെയ്ത് വെക്കാം. സോ നെക്സ്റ്റ് വൺ ഒരു ലഞ്ച് ബോക്സിൻ്റെ ബാഗാണ്. അറ്റാച്ചിന് ജോലിക്ക് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഇൻസുലേറ്റഡ് സാധനമാണ് വരുന്നത്. ബാഗിന് വള്ളിയൊക്കെ ഉണ്ട്. ചൂടല്ലെങ്കിൽ തണുത്ത സാധനങ്ങൾ കുറച്ച് സമയം പോലെ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നോളും. വൃത്തിക്ക് മാറ്റണം. ഇങ്ങനെ പോവാം, ഇവിടെ ഇടാം, ഇങ്ങനെ പിടിക്കാം. അത്യാവശ്യം സാധനം കൊള്ളും എന്നാ തോന്നണേ. ഓൾസോ ഇവിടെ ഒരു ഡ്രോയർ ഉണ്ട്. അപ്പൊ നമ്മുടെ കട്ട്ലറീസ് വേണമെങ്കിൽ സ്പൂണും കാര്യങ്ങളൊക്കെ ഇവിടെ ഇടാം.
ആൻഡ് നമ്മുടെ പാത്രം ഇരിക്കാൻ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ആൻഡ് ഇൻസുലേറ്റഡും ആണല്ലോ. അപ്പം ഞാൻ വിചാരിച്ച സാധനം തന്നെ കൊള്ളാം. കൊള്ളാം. നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ സൈസ് എന്തായാലും കിട്ടാവും. അതും ബ്രേക്ക്ഫാസ്റ്റും പിന്നെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടെങ്കിൽ അതും എത്ര വേണമെങ്കിലും അത് കൊണ്ടുവരാനുള്ള സ്ഥലമുണ്ട്. കൊടുത്തു വിട്ടാൽ കൊടുത്തു വിടാറുണ്ട്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഒരു മിനി ഡസ്റ്റ്ബിൻ ആണ്. ഇത് നമ്മുടെ കാറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെരി ക്യൂട്ട്, വെരി സ്മോൾ. എൻ്റെ കൈയുടെ അത്ര ഉള്ളൂ. അപ്പൊ എന്താ ഇവിടെ അറ്റാച്ച് ചെയ്യാൻ ഒരു സാധനമുണ്ട്. ഇത് ഞാനിപ്പോൾ ചെയ്ത് കുളവാക്കുന്നില്ല. ഓ നല്ല സിമ്പിൾ. സോ ഞാൻ ഇതിൻ്റെ പുറകിലേക്ക് ഇത് കയറ്റി. ഇനി എന്താ ഈ സാധനം നമുക്ക് കാറിൻ്റെ ഇങ്ങനെ ഒരു ഹോൾഡർ ഉണ്ട്. അപ്പോൾ ഇത് കാറിൻ്റെ എവിടെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്നത് സൈഡിൽ മറ്റേ ഗിയർ ബോക്സ് ഒക്കെ ഇങ്ങനെ താഴെ ഒരു ഇതല്ലേ സീറ്റിൻ്റെ കാലൊക്കെ ഇരിക്കുന്നത്, അവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെക്കാമല്ലോ എന്നാണ് ഞാൻ വിചാരിക്കണത്. ഇങ്ങനെ ഫുള്ളായിട്ട് അടങ്ങും. അപ്പോൾ ഇങ്ങനെ 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 ചെയ്താൽ തുറന്നു വരില്ല സാധനം. ക്യൂട്ടാണ്, അടഞ്ഞിരിക്കും. ഇത് ചെയ്യാം. ചെറിയ ചെറിയ വേസ്റ്റുകളും ടിഷ്യൂസൊക്കെ ഇപ്പോൾ കാറിൽ വേണ്ടി വന്നാലും ഇടാൻ വേണ്ടിയിട്ടാണ്. ക്യൂട്ട് ആൻഡ് മിനി ഡസ്റ്റ്ബിൻ. അടുത്ത് ഞാനൊരു ട്രാവൽ ഫ്രണ്ട്ലി കുറച്ച് ബോട്ടിൽ കൊടുക്കണം. ഇത് പ്ലാസ്റ്റിക് ആണ്. നമുക്ക് ഇപ്പോൾ ഷാമ്പൂ, കണ്ടീഷണർ, മോയ്സ്ചറൈസർ അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകണം. 100 ml വരുന്നത്. ഈസി ടു മാനേജ്. ട്രാവലിങ് ചെയ്യുമ്പോൾ ചെയ്യാമെന്ന് തന്നെ കിട്ടാറ് 4 സാധനങ്ങളുണ്ട്. എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും വിചാരിക്കുന്നു. ട്രാവൽ ചെയ്താണെങ്കിൽ ആരെ കൊളിച്ചെന്ന് അവർക്ക് മനസ്സിലായി. ഇതൊരു ക്ലീനിങ് ബ്രഷാണ്, പീലിൻ്റെ. അപ്പം നമുക്ക് ഹാർഡ് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റൗവ് അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റൗവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാം. അടുത്ത സാധനം കുറച്ച് വലുതായി പോയെന്നാണ് തോന്നണേ. നമ്മുടെ സിങ്കിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈവൻ ദോ നമ്മുടെ ഇതിൽ ആ ക്ലോസിങ് ലിഡ് ഉണ്ടെങ്കിലും അതിൻ്റെ അകത്തൂടെ ചെറിയ ചെറിയ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ പോകാനുണ്ട്. അങ്ങനെ കുറേ പോയി കഴിഞ്ഞാൽ അത് ബ്ലോക്കായി നമുക്ക് പണി കിട്ടുന്നതാണ് എന്താ എക്സ്പീരിയൻസ് ഉള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു സാധനം മേടിച്ച് വെക്കാം. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതിനൊന്നും എന്താ ഈ ഒരു ഇങ്ങനെ എടുക്കാനുള്ള സാധനമില്ല. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടി. അന്നേരം ഞാൻ വിചാരിച്ചു ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് വേസ്റ്റ് നമ്മുടെ കൈകളാകാതെ ഇങ്ങനെ പൊക്കിയെടുക്കാൻ. ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കിയില്ല. ലൈക്ക് അത് ഫിറ്റ് ആകുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ആകുമ്പോൾ നമുക്ക് നോക്കാം. വലിയ ഫിറ്റ് അതുകൊണ്ട് ഫുഡ് പാർട്ടിക്കിൾസ് കുറേ പോവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത സാധനം ഒരു തേർമൽസ് പോലത്തെ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇങ്ങനെ സ്റ്റോക്കിങ്സ് പ്ലസ് കുറച്ച് തണുപ്പത്തിടാൻ പറ്റുന്ന സ്റ്റോക്കിങ്സ്. അപ്പോൾ ഇത് കളറാണ് ഞാൻ മേടിച്ചത്. കുറച്ചൊരു ലൈറ്റ് കളറായിരുന്നു നല്ലതായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, ഈ കളർ ബ്ലാക്കിലൊക്കെ ഓക്കെയാണ് തോന്നുന്നത്. നെക്സ്റ്റ് വൺ ഒരു സോപ്പ് ഹോൾഡറാണ്. ഇതെല്ലാം ഫിറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ ഈസിയാണ്. അപ്പോൾ അതാ ഇങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല സോപ്പ്, പക്ഷേ അച്ഛൻ സോപ്പ് ഇടയ്ക്ക് യൂസ് ചെയ്യും. അന്നേരം ഇത് ഇനി ഞാൻ ബോഡി വാഷിന് യൂസ് ചെയ്യണമെന്ന് നല്ലത്, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ ഇവിടെ സോപ്പ് വെക്കാം, വെള്ളം വരുന്നത് ഇങ്ങനെ പൊക്കോളും. ഈ ചൈനക്കാൻ വരെ ബുദ്ധിയേ അല്ലേ? നമുക്കെന്താ വരുന്നത് നേരത്തെ തോന്നാൻ. ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്. വേറൊരു ക്യൂട്ട് സാധനം, ഞാൻ 2 മൂക്കുത്തി മേടിച്ചായിരുന്നു. ബിക്കോസ് ഫേക്ക് മൂക്കുത്തി. ബിക്കോസ് എൻ്റെ
അച്ചാച്ചൻ്റെ അമ്മയ്ക്ക് മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂക്കുത്തി കുത്തണേ. പക്ഷേ എനിക്ക് ഇത്ര ഇഷ്ടമല്ല, ബിക്കോസ് എനിക്ക് ചേർത്തില്ല. അപ്പോൾ എനിക്കിത് കുത്താൻ എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മമ്മിയെ സന്തോഷിക്കാൻ ഒരു ഫേക്ക് മൂക്കുത്തി മേടിക്കാറ്. അങ്ങനെ മൂക്കുത്തി ഞാൻ മേടിച്ചിട്ടുണ്ട്. ഈ മൂക്കുത്തി എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. മമ്മിക്ക് ഇപ്പം ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റേ മൂക്കുത്തി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നല്ല കോമഡി ആയിരിക്കും, കുഴപ്പമില്ല. ഇതെനിക്ക് ഇടാൻ പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഓണത്തിലൊക്കെ ഇടാം. വലിയ ചാമയ്ക്ക മൂക്കുള്ള കുത്തിയിരുന്നു.